കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടെയാണ് കോൺഗ്രസ് എല്ലായിടത്തും ഭരണം പിടിച്ചത്. അതും LDFന്റെ കോട്ടയായ പലയിടങ്ങളിലും UDF വിജയത്തിന്റെ വെന്നിക്കൊടി പാറിച്ചു. സത്യം പറഞ്ഞാൽ ഇടത് സർക്കാരിന് ഇത് ഒരു കനത്ത തിരിച്ചടി തന്നെയായിരുന്നു. ഇത്രയും കാലം കേരളത്തിൽ നടത്തിയ അഴിമതികൾക്കും ജനങ്ങളെ മണ്ടന്മാരാക്കിയതിനുമുള്ള ജനങ്ങളുടെ തക്ക മറുപടി തന്നെയായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ UDFന്റെ ഈ ഉജ്ജ്വല വിജയം ഇടത് സർക്കാരിനുള്ള ഒരു താക്കീതും കൂടെയായി മാറി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇതാണ് അവസ്ഥയെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താകുമെന്ന് കണ്ടു തന്നെ അറിയണം. അതുകൊണ്ട് തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിലായിരിക്കും ഇനി ശരിക്കുമുള്ള കളികൾ കാണാൻ പോകുന്നത്. ഇപ്പോഴിതാ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഒരു നിർണായക നീക്കവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് കോൺഗ്രസ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തലമുറ മാറ്റം ഉണ്ടാകുമെന്നും അതുകൊണ്ട് തന്നെ 50% സീറ്റുകൾ സ്ത്രീകൾക്കും യുവാക്കൾക്കും നൽകുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഒരു ഇംഗ്ലീഷ് പത്രത്തിന് കൊടുത്ത അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. യുവാക്കളും പ്രമുഖരുമായ നിരവധി നേതാക്കൾ മുഖ്യധാര രാഷ്ട്രീയത്തിൽ കോൺഗ്രസിലുണ്ട്. 50% സീറ്റുകൾ യുവാക്കൾക്കും സ്ത്രീകൾക്കും നൽകിക്കൊണ്ട് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു തലമുറ മാറ്റം ഉണ്ടാക്കാനാണ് കോൺഗ്രസ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ യുവാക്കൾക്കും സ്ത്രീകൾക്കും കൂടുതൽ അവസരം കൊടുക്കുന്ന ഒരു പാർട്ടി തന്നെയാണ് കോൺഗ്രസ്. അവരെ കൂടുതൽ മുന്നിലേക്ക് കൊണ്ടുവരാൻ കോൺഗ്രസ് പരമാവധി ശ്രമിക്കുന്നുമുണ്ട്. അത് നമ്മൾ ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും കണ്ടതാണ്. കൂടുതലും ചെറുപ്പക്കാരും സ്ത്രീകളുമായിരുന്നു തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് മാത്രമല്ല, ആദ്യമായി സ്ഥാനാർത്ഥികളായി നിന്നവർ വിജയിച്ചു എന്നുള്ളതും ശ്രദ്ധേയമാണ്. കൂടാതെ CPMൽ നിന്നും വ്യത്യസ്തമായ വളരെ മികച്ച നേതാക്കളും കോൺഗ്രസിൽ ഉണ്ട് താനും. നേരത്തെ അനുകൂല രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകുമ്പോഴും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൊണ്ട് കേരളത്തിലെ പല നിയമസഭാ സീറ്റുകളും മുൻപ് കോൺഗ്രസിന് നഷ്ടമാകുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. എന്നാൽ ഇത്തവണ അങ്ങനെയായിരിക്കില്ല. വ്യക്തമായ മുന്നൊരുക്കങ്ങളോടെ ആയിരിക്കും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് നേരിടാൻ പോകുന്നത്. ഏതായാലും കൂടുതൽ യുവാക്കളും സ്ത്രീകളും മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നതോടെ കോൺഗ്രസിന്റെ വിജയ സാധ്യത വീണ്ടും ഉയരുമെന്ന് ഉറപ്പാണ്.